ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മാങ്ങ പറിച്ചാലോ. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് അറിയാം, എൻ്റെ അടുത്ത് കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ റോഡ് സൈഡിലായിരുന്നു കുറേ മാങ്ങ ഉണ്ടായി, മീൻസ് ബാക്കി അങ്ങോട്ട് കൊമ്പ് നേരത്തില്ലേ ആ ആ ആ ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മൾ കുറേ മാങ്ങ ഉണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം പറിച്ചു കഴിഞ്ഞു. എൻ്റെ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പറിക്കുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ചു തന്ന കവറിലൊക്കെ നമ്മൾ കൊക്കയായിട്ട് പറിച്ച മാങ്ങയാണ്. കൊക്ക ബോട്ടിലൊക്കെ വെച്ചിട്ട് പറിച്ച മാങ്ങയൊക്കെയാണ്. അപ്പോൾ പിന്നെ അതിലൊന്നും തീർന്നിട്ടില്ല. പിന്നെ പറിക്കാനും പറ്റാത്തതുകൊണ്ട് മുണ്ട് വെച്ച് പറിക്കാൻ തുടങ്ങി നമ്മൾ. ഇപ്പോൾ കുറേ മാമനൊക്കെ കയറി പറിച്ചു. പിന്നെ മുണ്ട് വെച്ചിട്ട് നമ്മൾ കൊക്കയും മുണ്ടൊക്കെ വെച്ചിട്ട് പറിക്കാൻ തുടങ്ങി. ഈ കൊക്കയും മുണ്ടൊക്കെ പിടിക്കുന്ന അമ്മയും ആൻറ്റിയാണ്. അപ്പോൾ നമ്മൾ കുറേ രീതിയിൽ മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എൻ്റെ അനിയന്മാരാണ്. ഇവരും ആ മാങ്ങയൊക്കെ പെറുക്കിയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനും മാങ്ങ പെറുക്കിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്ര ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്യാറില്ലൂ. പിന്നെ മാങ്ങയൊക്കെ എടുത്തിട്ട് കവറിലൊക്കെ ഇട്ട് കൊടുക്കും. അതന്നെ നമ്മൾ ചെയ്യുന്ന ഹെൽപ്പ്. കൂടുതലും മാമൻ ആൻറ്റിയൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പം ഞാൻ ഈ പറിക്കുന്ന മാങ്ങയില്ലേ, അതേ മാവിൻ്റെ താഴോട്ടുള്ള മാങ്ങയാണ്. നമ്മുടെ കണ്ടത്തിൽ കയറി പറിക്കാൻ പറ്റുന്ന മാങ്ങയാണ്. ഞാൻ ഈ ലേഡർമേൽ വെച്ചിട്ടാണ് പറിക്കുന്നത്. അപ്പോൾ ലേഡർമേൽ കയറിയിട്ട് പറിക്കാൻ പറ്റുന്ന അത്ര ഹൈറ്റ് എന്നല്ല, അതിൻ്റെ അങ്ങനത്തെ താഴോട്ടാണ് മാങ്ങ ഉള്ളത്. അപ്പം ഞാൻ ഈ പറിക്കുന്നത് ബാക്കത്തെ മാവ്, നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലെ മാവിലാണ് ഈ മാങ്ങ കായ്ച്ചത്. ഞാനും അനിയന്മാരും അനിയത്തിയുമാണ് പറിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. വളരെ റാൻഡമായിട്ടാണ് ഈ മാങ്ങ കായ്ക്കാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം 2 മാവിലും മാങ്ങ കായ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി അനിയത്തി, അയോണ എന്നാണ് പേര്. അപ്പോൾ 4 മാങ്ങയും തോന്നുന്നുണ്ടായിരുന്നത്, അതൊക്കെ പറിച്ചു. എല്ലാം കൂടി നമ്മൾ കൂട്ടി വെച്ചപ്പോൾ ഇത്രയും മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മാങ്ങ വെച്ചിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കുക. കൂടുതൽ നമ്മൾ പഴുപ്പിക്കുകയാണ് ചെയ്യുക. ഇത് ചെറിയ മാവാണ്. ഈ മാങ്ങ കുറേ പൂത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ താഴെ വീണുപോയി. ചെറിയ മാങ്ങ അപ്പം തന്നെ വീണു പോവും. പിന്നെ നമുക്ക് ബാക്കിയിട്ട് കുറച്ച് മാങ്ങകളേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഈ 4 മാങ്ങ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.